ബഹുമാന്യരായ സത്യവിശ്വാസികളെ, ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം പഠിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് ഞാൻ എന്നെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അതിന് അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ സഹോദരീ സഹോദരന്മാർക്കെല്ലാം അല്ലാഹു തആല എല്ലാവിധ ഖൈറും മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അവരുടെ ഖബർ അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ ഖബർ അല്ലാഹു തആല പ്രകാശപൂരിതമാക്കി കൊടുക്കുമാറാവട്ടെ. ശേഷം ഖബറിലേക്ക് അടുക്കുന്ന നമുക്കും അല്ലാഹു തആല അവരുടെ കൂടെ അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അഭിനന്ദനങ്ങളും ആശീർവാദങ്ങളും അനുമോദനങ്ങളുമെല്ലാം ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് മനുഷ്യൻ. അവൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് നല്ല അംഗീകാരം കിട്ടണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. ഈ ദുനിയാവിൽ അതൊക്കെയും നൈമിഷികമാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് കിട്ടേണ്ട അനുമോദനങ്ങളും ആശംസകളും മംഗളങ്ങളും അവന്റെ മരണാനന്തരമുള്ള ജീവിതത്തിന് ആവശ്യമായതാണ്, അല്ല അനിവാര്യമായതാണ്. ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത, പറഞ്ഞതും മുഴുവനും പുലർന്നുകൊണ്ടിരിക്കുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തോഷ വാർത്തകൾക്കും മംഗളാശംസകൾക്കും അനുമോദനങ്ങൾക്കുമാണ് സത്യവിശ്വാസി മറ്റെന്തിനേക്കാളും വില കൽപ്പിക്കേണ്ടത്. ലോകത്ത് ഒരാളും നമ്മുടെ വ്യക്തിത്വത്തിന്, നമ്മുടെ പ്രവർത്തനത്തിന് അംഗീകാരം നൽകിയിട്ടില്ല എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അംഗീകാരമാണ് നമുക്കേവർക്കും വേണ്ടത്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനും തിരു ഹദീസുകളും പരിശോധിച്ചാൽ ചില വാചകങ്ങളിൽ തൂബ എന്ന ഒരു പ്രയോഗം നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ് തൂബ എന്ന അറബി വാക്കിന്റെ അർത്ഥം? തൂബ എന്നതിന് അനുമോദനം, ആശീർവാദം, സന്തോഷവാർത്ത, സൗഭാഗ്യം എന്നൊക്കെയാണ് അർത്ഥം. അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും മംഗളമോദിയ ചില കാര്യങ്ങളുണ്ട്, ചില വ്യക്തികളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുത്ബയിൽ സൂചിപ്പിക്കുന്നത്. പ്രധാനമായും 12 വിഭാഗങ്ങളെ നമുക്കതിൽ കാണുവാൻ സാധിക്കും. ഒന്നാമത് ഞാൻ ഓതി വെച്ച സൂറത്തുർ റഅദിലെ 29-ാമത്തെ വചനം, അല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അത് ചെയ്യേണ്ട രൂപത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തവർ, തൂബാ ലഹും, അവർക്കാണ് മംഗളാശംസകൾ, വഹുസ്നു മആബ്, ഏറ്റവും നല്ല മടങ്ങിച്ചെല്ലാനുള്ള സങ്കേതം അഥവാ സ്വർഗവും അവർക്ക് തന്നെയാണ്. അപ്പൊ വിശ്വാസം ശരിയാക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അല്ലാഹുവിൽ നിന്നുള്ള തൂബ, മംഗളാശംസകൾ, ആശീർവാദം കിട്ടാനുള്ള ഒന്നാമത്തെ മാർഗം. അഥവാ തൗഹീദ് അടിത്തറ ശരിയാകണം. ചെയ്യുന്ന അമലുകളൊക്കെയും ബിദ്അത്ത് കലരാത്ത, പൂർണ്ണമായും സുന്നത്തിനോട് യോജിക്കുന്ന കർമ്മങ്ങൾ, അതിനാണ് അമലു സ്വാലിഹാത്ത് എന്ന് പറയാം. നമുക്ക് നല്ലതെന്ന് തോന്നുന്നതല്ല, നമ്മുടെ കുന്നപ്പള്ളി വായനശാലക്കാർക്കും കട്ടുപ്പാറക്കാർക്കും നല്ലതെന്ന് തോന്നുന്നതല്ല ചെയ്യേണ്ടത്. അല്ലാഹുവും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടത്, എവിടെ എന്ത് ചെയ്യണം, എന്ത് ചെയ്താൽ എന്ത് കിട്ടുമെന്നുള്ളത് പഠിപ്പിച്ചുവെങ്കിൽ വിശ്വാസത്തോടൊപ്പം അത് കൃത്യമായി അനുഷ്ഠിച്ചു പോരുന്നവർക്ക് തൂബാ ലഹും, അവർക്കാണ് മംഗളാശംസകൾ, ആശീർവാദം എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ശരി, രണ്ടാമതായി പൂർണ്ണമായി ഇസ്ലാമിൽ പ്രവേശിക്കുകയും ഉള്ളത് എന്താകട്ടെ എത്രയാകട്ടെ അത് കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുകയും ചെയ്യുക. അതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മംഗളാശംസകൾ തൂബ എന്ന് പറഞ്ഞതിന് അർഹർ. വഅൻ അബി മുഹമ്മദ് ഫുദാലത്ത് ഇബ്നു അബീദ് അൽ-അൻസാരി റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫുദാലത്ത് ഇബ്നു അബീദ് അൽ-അൻസാരി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി, തൂബാ ലിമൻ ഹുദിയ ഇലൽ ഇസ്ലാം വകാന ഐഷുഹു കഫാഫൻ വഖന. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസാണ്. തൂബ,
മംഗളാശംസകൾ ആർക്ക്? ലിമൻ ഹുദിയ ഇലൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് അതിന്റെ ശരിയായ മാർഗദർശനം ലഭിക്കപ്പെട്ടവർ. തീർന്നില്ല. വകാന ഐഷുഹു കഫാഫൻ വഖന, അവന്റെ ജീവിതം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ജീവിതമാണ്. രണ്ട് കാര്യം. ഒന്ന്, ഇസ്ലാമിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കുക. ഇസ്ലാം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഓരത്തൊരു വക്കിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രവേശനമല്ല. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പൂർണ്ണമായും ഇസ്ലാമിനെ ഉൾക്കൊള്ളുക. അവിടെ ഇവിടെ നമുക്ക് പറ്റുന്നത് കൊള്ളുകയും നമുക്ക് പറ്റാത്തതിനെ തള്ളുകയും ചെയ്യുന്ന രീതിയല്ല, മറിച്ച് പൂർണ്ണമായും ഇസ്ലാമിൽ പ്രവേശിക്കുകയും എന്നിട്ട് അല്ല തന്നത് എന്താണോ എത്രയാണോ അതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുകയും ചെയ്യുക. അതാണ് ദുനിയാവിലെ നശ്വരമായ ജീവിതത്തിലെ സമ്പാദ്യം എന്ന് പറയുന്നത് കുമിള പോലെ നിമിഷ നേരം കൊണ്ട് തീർന്നു പോകും, ഒഴിവായി പോകും. ഉള്ളതിലൊരു തൃപ്തി വേണം. കാരണം ദുനിയാവിൽ അല്ലാഹു തആല റിസ്ക് നൽകിയത് അല്ലാഹു യബ്സുത്തു റിസ്ഖ ലിമൻ യശാ മിൻ ഇബാദിഹി വയഖ്ദിറു ലഹു, അല്ലാഹു തആല തന്റെ അടിമകളിൽ താൻ ഉദ്ദേശിക്കുന്നവർക്ക് റിസ്കിനെ വിശാലമാക്കി കൊടുക്കും. ചില ആളുകൾക്ക് അതിനെ ചുരുക്കി കൊടുക്കും. ഇത് തിരിച്ചറിയാത്തത് പോകുന്നത് കൊണ്ടാണ് പല ആളുകളും മതം വിട്ട് വാട്സാപ്പിന്റെ ഫേസ്ബുക്കിന്റെ കൂടെ പോകുന്നത്. ഉള്ളതിലൊരു തൃപ്തിയില്ല. അവസ്ഥാവും അസൂയ വരും, അന്യന്റേത് ആഗ്രഹിക്കും, പിന്നെ മോഷണവും പിടിച്ചു പറയും, കൊള്ളയും കൊലയും പലിശയുമായി കൂടേണ്ടി വരും. ഇസ്ലാം കൈയൊഴിച്ചുകൊണ്ടേ ഇതിനൊക്കെയും പറ്റുള്ളൂ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ നിരന്തരം പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ നഫ്സിൻ ലാ തശ്ബഅ, പടച്ചോനെ എത്ര കിട്ടിയിട്ടും ആർത്തി തീരാത്ത മനസ്സാണ് എന്റെ മനസ്സെങ്കിൽ അതിൽ തന്നെ നീ കാക്ക് പടച്ചവനെ. കിട്ടുന്നതൊന്നും തികയുന്നില്ല, കിട്ടുന്നത് കൊണ്ടൊന്നിനും തികയുന്നില്ല. കാരണം ആഡംബര ജീവിതമാണ്, ഒഴുക്കിനൊപ്പം നീങ്ങണ്ടേന്നാണ്. അങ്ങനെ ഇസ്ലാമികമായി കൽപ്പിക്കപ്പെട്ട പല കാര്യങ്ങളും അനുഷ്ഠിക്കാൻ സമയം കിട്ടുന്നില്ല, അതിന് താല്പര്യവുമില്ല. ജീവിക്കാൻ വേണ്ടി സമ്പാദിക്കില്ല, സമ്പാദിക്കാൻ വേണ്ടി ജീവിച്ചിട്ട് ജീവിതം തന്നെ ദുനിയാവിലേക്ക് താൻ പടക്കപ്പെട്ടത് തന്നെ എന്താ? അത് ലക്ഷ്യം മറന്നുപോകണം. അതുണ്ടാകരുത്. മറിച്ച് അത്യാവശ്യത്തിനുള്ളത് അന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു പരിപൂർണ സംതൃപ്തിയും പരിപൂർണമായി ഇസ്ലാമിലേക്കുള്ള പ്രവേശനവും ഉണ്ടെങ്കിൽ തൂബ, അവർക്കാണ് മംഗളാശംസകൾ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അടുത്തത്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് വിശ്വസിച്ചവരുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാതെ വിശ്വസിച്ചവരുമുണ്ട്. പ്രവാചകനെ നേരിൽ കണ്ട് ജീവിച്ച സ്വഹാബത്ത് നബി ഉമാമ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, തൂബാ ലിമൻ റആനി സുമ്മ ആമന ബി, എന്നെ കാണുകയും എന്നിട്ട് എന്നിൽ വിശ്വസിക്കുകയും ചെയ്തവർക്ക് തൂബ, അവർക്കാണ് മംഗളാശംസകൾ. അവരെന്നെ കണ്ടു, പിന്നെ അവരെന്നിൽ വിശ്വസിച്ചു, അവർക്കാണ് മംഗളാശംസകൾ. ഇനി കേട്ടോളൂ, 7 തവണ മംഗളാശംസകൾ. ആർക്കാണ്? ലിമൻ ആമന ബി വലം യറാനി, അവർ എന്നിൽ വിശ്വസിച്ചവരാണ്, പക്ഷെ അവർ എന്നെ കണ്ടിട്ടില്ല. എന്നെ കണ്ടുകൊണ്ട് കാണാത്ത വിശ്വസിച്ചവര് 7 തവണ മംഗളാശംസകൾ. ഒന്നുകൂടെ വിശദീകരിച്ചു. അബീ സഈദ് അൽ-ഖുദ്രി റളിയല്ലാഹു തആല അൻഹു ഖാൽ, ഒരിക്കൽ ഒരാൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് തൂബാ ലിമൻ റആക വ ആമന ബിക, നബിയെ അങ്ങയെ കണ്ടെങ്കിൽ വിശ്വസിച്ചവർക്ക് മംഗളാശംസകൾ എന്ന് കേട്ടു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നഅം, കേട്ടത് ശരിയാണ്. തൂബാ ലിമൻ റആനി വ ആമന ബി, എന്നെ കാണുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്തവർക്ക് മംഗളാശംസകൾ. എന്നാൽ സുമ്മ തൂബ സുമ്മ തൂബ സുമ്മ തൂബ, ആർക്ക്? 3 തവണ മംഗളാശംസകൾ. ലിമൻ ആമന ബി വലം യറാനി, അവർ എന്നെ കണ്ടിട്ടില്ല, പക്ഷെ അവർ എന്നിൽ വിശ്വസിച്ചു. ആരാണ് സഹോദരങ്ങളെ ആ സൗഭാഗ്യവാന്മാർ? അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ സഹാബികൾ വന്നിട്ട് ചോദിച്ചു, നബിയെ ഈമാനിന്റെ കാര്യത്തിൽ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് നിങ്ങൾ സദസ്സിൽ വെച്ചിട്ട് ചോദിക്കാൻ, നിങ്ങൾക്കറിയുമോ ഈമാനിന്റെ കാര്യത്തിൽ ഏറ്റവും അത്ഭുതകരമായ ഈമാൻ ആരുടെ നിങ്ങൾക്കറിയുമോ? സ്വഹാബത്ത് പറഞ്ഞു, അൽ മലായിക, മലക്കുകളുടെ ഈമാനായിരിക്കും നബിയെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വകൈഫ, അതെങ്ങനെ? മലക്കുകൾ അല്ലാഹുവിന്റെ മുഖർറബീങ്ങളാണ്, അല്ലാഹുവിനെ കാണുന്നവരാണല്ലോ, മലക്കുകളല്ല. സുമ്മമൻ, അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു. അവര് പറഞ്ഞു, അൽ അംബിയ,
എങ്കിൽ നബിമാരായിരിക്കും, അമ്പിയാക്കളായിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, വകൈഫ, അതെങ്ങനെ? അമ്പിയാക്കൾക്ക് വഹയുണ്ട്, അവർ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുന്നവരാണ്. സുമ്മവൻ, പിന്നെ ആരാണ്? അവര് പറഞ്ഞു, നബിയെ, എങ്കിൽ ഞങ്ങളായിരിക്കും, ഞങ്ങളുടെ സ്വഹാബത്തിന്റെ ഈമാനായിരിക്കും ഏറ്റവും ശ്രേഷ്ഠമായ അത്ഭുതകരമായ ഈമാൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതെങ്ങനെ? നിങ്ങൾ എന്നെ കാണില്ലേ? ഞാൻ നിങ്ങൾക്കിടയിലാണ് ജീവിക്കുന്നത്, ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിക്കുന്നവരാണ്. അപ്പൊ അവര് ചോദിച്ചു, ഞങ്ങൾക്കറിയില്ല റസൂലേ, പിന്നെ ആരുടെ ഈമാനാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഈമാൻ? മലക്കുകളുടേതല്ല, അവർ അല്ലാഹുവിന്റെ മുഖറബീങ്ങളാണ്. പ്രവാചകന്മാരുടെ ഈമാനല്ല, അവർ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുന്നവരാണ്. സ്വഹാബിയുടേതല്ല, അവർ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടവരാണ്. സുമ്മമൻ, എങ്കിൽ ആരുടെ ഈമാനാണ് നബിയെ ഏറ്റവും അത്ഭുതകരമായ ഈമാൻ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിൽക്കാലത്ത് ചില ആളുകൾ വരും, യജിദൂനഹു ഫീ സുഹ്ഫൻ, യജിദൂനഹു ഫീ സുഹ്ഫൻ, അവർ ഏടുകളിലാണ്, പേജുകളിലാണ് എന്നെ കാണുക. സുമ്മ യുഅ്മിനൂന ബി, അങ്ങനെ അവർ എന്നിൽ വിശ്വസിക്കും. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, ആരെ പറ്റിയത് പറഞ്ഞത്? കിതാബുകളിൽ അവർ കാണുമെന്നെ, അവരെന്നെ നേരിട്ട് കണ്ടിട്ടില്ല. അവരുടെ ഈമാനാണ് മറ്റാരെക്കാളും അത്ഭുതകരമായ ഈമാൻ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അവർക്കാണ് ലഹും തൂബ, അവർക്ക് മംഗളാശംസകൾ. അതുകൊണ്ട് അല്ലാഹു ഒരു കാര്യം പറഞ്ഞാൽ, വിശുദ്ധ ഖുർആൻ ഒരു ആയത്ത് കണ്ടാൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായി സ്ഥിരപ്പെട്ട ഒരു ഹദീസ് വന്നാൽ, അതിനെ നമ്മുടെ ബുദ്ധി കൊണ്ടോ, നമ്മുടെ യുക്തി കൊണ്ടോ, നമ്മുടെ ചിന്ത കൊണ്ടോ, ഭൗതികമായ കാര്യങ്ങളുടെ അളവ് കൊണ്ടോ അളന്ന് തുലനപ്പെട്ടിട്ടല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. മറിച്ച് അല്ലാഹ് എന്ത് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞു, ആമൻതു ബി, ഞാനതിൽ വിശ്വസിച്ചു. വസദ്ദഖ്തു ബിഹി, ഞാനതിനെ സത്യപ്പെടുത്തി. ആരാണ് മുഅ്മിൻ? ഇന്നമൽ മുഅ്മിനൂന, സത്യവിശ്വാസികൾ ഈ പറയുന്നവർ മാത്രമാണ്. ആരാ? അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുകയും സുമ്മ ലം യർതാബു, പിന്നീട് ലവലേശം പോലും സംശയിക്കാതിരിക്കുകയും ചെയ്യുന്നവരാരോ അവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങളെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അവർക്കാണ് തൂബ, മംഗളാശംസകൾ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. ശരി, അടുത്ത വിഭാഗം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കർമ്മനിരതമായ ദീർഘായുസ് ലഭിച്ച ആളുകൾ. കുറെ കാലം ഈ ദുനിയാവിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയെന്നവരെ കുറിച്ചല്ല, മറിച്ച് ഉള്ള ആയുസ് കർമ്മനിരതമാക്കാൻ സൗഭാഗ്യം ലഭിച്ച ആളുകൾ, അവർക്ക് തൂബ, അവർക്ക് മംഗളാശംസകൾ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് രണ്ടാൾ അറബികൾ വന്നു. ഫഖാല അഹദുഹുമാ, അവരിൽ ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അയ്യുന്നാസി ഖൈർ, അല്ലാഹുവിന്റെ പ്രവാചകരെ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയായ നബി? ഖാല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൂബാ ലിമൻ ത്വാല ഉംറുഹു വഹസ്ന അമലുഹു, നല്ല ദീർഘായുസ് കിട്ടി എന്നിട്ട് അമലുകളെ നന്നാക്കി ജീവിച്ചവനാരോ അവനാണ് തൂബ, മംഗളാശംസകൾ. എന്താണ് സഹോദരങ്ങളെ ഈ ഹദീസ് നൽകുന്ന പാഠം? ആയുസ് കൂടുന്തോറും മനുഷ്യന് തിന്മകൾക്കുള്ള സാഹചര്യവും സാധ്യതയും കൂടും. ഒരു രാവ് കൂടിയാൽ, ഒരു പകല് കൂടിയാൽ തിന്മകൾ ചെയ്യാനാണ് സാധ്യത കൂടുതൽ നന്മകളെക്കാൾ. ആയുസ് കൂടുമ്പോൾ അൽഹംദുലില്ലാഹ് അത് കൂടിക്കോട്ടെ, പക്ഷേ നന്മകളിൽ മുന്നേറാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. തോല ഉംറുഹു വഹസ്ന അമലുഹു, ആയുസ് കൂടുന്തോറും നന്ദി കെട്ടവനായിട്ടല്ല ജീവിക്കേണ്ടത്, പടച്ചവനോട് നന്ദിയുള്ള അടിമകളായി നല്ല നല്ല അമലുകൾ ചെയ്ത് ജീവിച്ചാൽ തൂബാലഹും, അനുമോദനം കിട്ടേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ്, ആശീർവാദങ്ങൾക്ക് അർഹൻ തന്നെയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അടുത്ത വിഭാഗം, തിന്മകൾക്കുള്ള സാഹചര്യങ്ങളിലും നന്മയിൽ ഉറച്ചു നിൽക്കുന്ന അപൂർവങ്ങളിൽ അപൂർവം അപരിചിതരായ ചില ആളുകൾ. വല്ലാത്തൊരു ഭാഗ്യാണത്. അവരെ പറ്റി പ്രത്യേകം എടുത്തു പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ, അപരിചിതർ, മുമ്പെങ്ങും കണ്ടു പരിചയമില്ലാത്തവരെ പോലെ നോക്കും സമൂഹം. അള്ളാഹുവും അവന്റെ റസൂലും പറഞ്ഞതുപോലെ ജീവിച്ചു നോക്കേണ്ടി. നിങ്ങളുടെ ഭാര്യമാര് നോക്കും, ഇയാൾ ഈ നൂറ്റാണ്ടിലൊന്നല്ലേ ജീവിക്കുന്നെന്ന് ചോദിക്കും, ഇയാൾ ഈ നാട്ടിലൊന്നല്ലേ ജീവിക്കുന്നെന്ന് ചോദിക്കും. മക്കൾ നോക്കും, സമൂഹം നോക്കും. അള്ളാഹുവും അവന്റെ റസൂലും പറഞ്ഞതുപോലെ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് സുന്നത്തുകൾ എടുത്ത് ബിദ്അത്തും ഖുറാഫാത്തും നിഫാഖും പലിശയും ഒക്കെ ഒഴിവാക്കി, നിര്യാണിക്ക് മേലെ പുരുഷൻ വസ്ത്രം ധരിച്ച് താടി നീട്ടി വളർത്തി മീശയെ വെട്ടിച്ചുരുക്കി
പെണ്ണാണെങ്കിൽ ജിൽബാബ് ധരിച്ച് അന്യരുടെ മുന്നിലേക്ക് ഇറങ്ങി വാക്കിലും പ്രവൃത്തിയിലും ഇസ്ലാമിക മാനം പാലിച്ച് സംസ്കാരമുള്ളവനായി പടച്ചവനെ പേടിയുള്ളവരായി ജീവിച്ചാൽ മുമ്പെങ്ങും കണ്ടു പരിചയമില്ലാത്തവരെ പോലെ സമൂഹം പെരുമാറും, അപരിചിതരെ പോലെ. ഇയാൾ ഈ കാലഘട്ടത്തിലൊന്നല്ലേ എന്ന് ചോദിക്കും. അത് കുടുംബത്തിൽ നിന്നുണ്ടാകും, അത് സർക്കാർ ഓഫീസുകളിൽ നിന്നുണ്ടാകും, ക്യാമ്പസുകളിൽ നിന്നുണ്ടാകും, വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും, പുരോഗമന ശാസ്ത്ര ചിന്താഗതിക്കാരിൽ നിന്നും, സാംസ്കാരിക ബുദ്ധിജീവികൾ എന്ന് അവകാശപ്പെടുന്ന സാംസ്കാരിക ശാസ്ത്ര ചിന്താഗതിക്കാരിൽ നിന്നും, ഫെമിനിസ്റ്റുകൾക്കിടയിൽ നിന്നും, ചാനൽ അവതാരകർക്കിടയിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു ചോദ്യം, ഇയാളെ ഏത് ഇരുണ്ട യുഗത്തിലാണ് ഒരു ചോദ്യം ഉണ്ടാകും. പക്ഷേ ആരുടെയും അംഗീകാരമോ സർട്ടിഫിക്കറ്റോ ഇല്ലെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബദഅൽ ഇസ്ലാമു ഗരീബ, ഇസ്ലാം അപരിചിതമായിട്ടാണ് കടന്നു വന്നത്. വസയഊദു ഗരീബൻ കമാ ബദഅ വസയഊദു ഗരീബൻ കമാ ബദഅ, അത് പരിചയമില്ലാത്ത നിലയിലേക്ക് തന്നെ അത് തുടങ്ങിയിടത്തേക്ക് അത് മടങ്ങിപ്പോകും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ കൂട്ടിച്ചേർത്തൊരു വാചകമുണ്ട്, ഫതൂബാ ലിൽ ഖുറബാ. അപ്പോൾ അപരിചിതർക്ക് മംഗളാശംസകൾ. ആരാണ് ഈ അപരിചിതർ? ജനങ്ങൾ ഒന്നടങ്കം ദുഷിച്ച കാലത്തും അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് പിൻപറ്റി ജീവിക്കുന്ന ആളുകൾ അവരാണ് തൂബാ ലിൽ ഖുറബാ. അത്തരം അപരിചിതർക്ക് മംഗളാശംസകൾ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സ്വഹാബത്ത് പറയാണ്, ദാത്ത യൗമിൻ, ഒരു ദിവസം വനഹ്നു ഇൻദ, ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഫഖാല, അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, തൂബാ ലിൽ ഖുറബാ, അപരിചിതർക്കാണ് മംഗളാശംസകൾ. ഫഖീല, സ്വഹാബത്ത് ചോദിച്ചു, മനിൽ ഖുറബാ യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ ഖുറബാ, അപരിചിതർ എന്ന് പറഞ്ഞാൽ ആരാ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉനാസുൻ സ്വാലിഹൂന. അടിവരട്ട് മനസ്സിലാക്കണം, ഉനാസുൻ സ്വാലിഹൂന, കുറച്ച് നല്ല മനുഷ്യന്മാർ. എവിടെന്നറിയോ? ഫീ ഉനാസിൻ സൂഇൻ കസീരിൻ, ധാരാളക്കണക്കിന് തിന്മകൾ ചെയ്യുന്ന ആളുകൾക്കിടയിലും സ്വാലിഹീങ്ങളായ ചുരുക്കം ചില ആളുകൾ, അവരാണ് ഖുറബാ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊന്നുകൂടെ അല്ലാഹുവിന്റെ റസൂൽ ചേർത്ത് പറഞ്ഞു, മയ്യഅസിഹിം അക്തറു മിമ്മൻ യുദ്ഈഹും, അവരെ അനുസരിക്കുന്നതിനേക്കാളും അവരെ ധിക്കരിക്കുന്നവരായിരിക്കും കൂടുതലും പേരും. അങ്ങനെ കുറച്ച് ആളുകൾ ഉണ്ടാകും സമൂഹത്തിൽ, അവരാണ് ഖുറബാ. അവർക്ക് മംഗളാശംസകൾ അല്ലാഹുവിന്റെ റസൂൽ പറയാം. അവരെ പറ്റിയും ആൾക്കാര് പറയും, ഇവർ ഈ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടവരല്ല, അവർ 6-ാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ടവരാണ്, ഇവർ ഈ ഡിജിറ്റൽ യുഗത്തിന് പറ്റിയ ആളുകളല്ല. ഒരു ആൻഡ്രോയിഡ് മൊബൈൽ പോലും കയ്യിലില്ലാത്തവൻ, ഒരു യൂട്യൂബിലോ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ ഒന്നും അക്കൗണ്ട് ഇല്ലാത്തവൻ, ഈ കാലഘട്ടത്തിന് പോരാത്തവൻ, രണ്ടാളുകൾക്കിടയിൽ കൊണ്ടിരുത്താൻ പറ്റാത്തവൻ അല്ലേ? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിലെ പ്രമുഖ ഒരു ദിനപത്രത്തിൽ വന്നൊരു ഫീച്ചർ വായിച്ചവരുണ്ടാകും, ആപ്പിൽ കുടുങ്ങിയ കുടുംബിനികൾ. ആപ്പിൽ കുടുങ്ങിയ കുടുംബിനികൾ എന്നാണ് അതിന്റെ ഫീച്ചർ, എഡിറ്റോറിയൽ. എന്താണെന്നറിയോ? ആപ്പിലടങ്ങിയിരിക്കുന്ന ചതികളെ അറിയാതെ സകലമാന ആണുങ്ങളും പെണ്ണുങ്ങളും, കാമുകന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, ഭർത്താവ് വിദേശത്തുള്ള ഭാര്യമാർ, അതിൽ പിന്നെ എല്ലാ മതക്കാരും ഉണ്ട്, അതിലൊരു പ്രത്യേക സൗഹാർദ്ദം കൂടിയുണ്ട്. കുടുങ്ങിക്കിടക്കുന്ന മൊബൈൽ ആപ്പുകളിൽ എല്ലാ സ്വകാര്യതകളും ചോർത്തിയെടുത്തു എന്നാ പറഞ്ഞത്. ഒക്കെ ലീക്കായി, ഒന്നും സ്വകാര്യമായിട്ടില്ല. എന്താ കാരണം എന്നറിയോ? തന്റെ ശരീരത്തിന്റെ ചൂടറിഞ്ഞ് കൂടെ കിടക്കുന്നതിൽ നിന്ന് കിട്ടേണ്ടുന്ന സ്നേഹവും പരിലാളനയും കിട്ടാതെ വന്നപ്പോ തൊട്ടപ്പുറത്ത് ഫോണിന്റെ തലക്കിൽ അപ്പുറ ഭാഗത്തു നിന്ന് വന്ന ഒരാണിന്റെ ശബ്ദത്തോട് ആദ്യ സന്ദേശം ഒരു വോയിസ് അയച്ചു. പിന്നെ ഫോട്ടോ കാണണമെന്ന് പറഞ്ഞു, പിന്നെ വീഡിയോ കാണണമെന്ന് പറഞ്ഞു, പിന്നെ ഇവിടെ കുടിയുരിഞ്ഞ് കുളിമുറിയിൽ നിൽക്കുന്ന ഫോട്ടോ കാണണമെന്ന് പറഞ്ഞു, വീഡിയോ കാണണമെന്ന് പറഞ്ഞു, പിന്നെ കിടപ്പറയിലെ കിടപ്പിരംഗം കാണണമെന്ന് പറഞ്ഞു. ആപ്പിൽ പെട്ട് കിടക്കുകയാണ്. ഒരു മനുഷ്യന്മാരോട് പറയാൻ പറ്റുമോ? ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യാൻ പറ്റും? എത്ര കുടുംബങ്ങൾ ആപ്പിലായി കുടുങ്ങാൻ? സമൂഹം മുഴുവനും തിന്മയിലേക്ക് പോകുമ്പോഴും ഇവിടെയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, തിന്മകളുടെ മായാവലയത്തിലും ദുരാചാരത്തിന്റെ തോന്നിയവാസത്തിന്റെ അധർമ്മത്തിലും കൊടികുട്ടി വാഴുമ്പോ അതിനിടയിൽ ചുരുക്കം ചില ആളുകൾ, അവർക്ക് ഇത്തരം ടെക്നോളജികളെ കുറിച്ചും ആപ്പിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടല്ല, പക്ഷെ മരിച്ചു പോണല്ലോ, അവരുണ്ടല്ലോ, വിചാരണ ഉണ്ടല്ലോ.
റബ്ബിനെ കുറിച്ചുള്ള പേടി കൊണ്ട് ജീവിക്കുന്ന, റബ്ബിന്റെ അദാബിനെ കുറിച്ച് അതിൽ ഭയപ്പെട്ട് ജീവിക്കുന്ന ഉനാസുൻ, ഏതാനും ചുരുക്കം ചില ആളുകൾ, തൂബ, അവർക്കാണ് മംഗളാശംസകൾ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അടുത്ത വിഭാഗം തൂബാ ലിമൻ മലക ലിസാനുഹു വസിഅ ബൈതുഹു വബകാ അലാ ഖതീഅതിഹി. ഒരു ഹദീസിൽ മൂന്ന് പ്രയോഗം. ഒന്ന് മലക ലിസാനുഹു, നാവിനെ നിയന്ത്രിക്കുക. ഒരു ചില്ലറ കാര്യമല്ല, അത് അംഗീകാരം കിട്ടേണ്ട സംഗതി തന്നെയാണ്. നാവിനെ ആവശ്യമുള്ളിടത്ത് ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയുക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ലിമൻ മലക ലിസാനുഹു. നാട്ടിലെ സകല കുഴപ്പങ്ങൾക്കും കാരണം മനുഷ്യന്റെ നാവാണ്. വേറെ തന്നെ പറയണം. വിശാലമായൊരു വീടുണ്ടാകുക, സമാധാനത്തോടെ ചെന്ന് കയറി കിടക്കാൻ പറ്റിയൊരു വീട്. വിശാലമായ വീട് എന്ന് പറയുമ്പോൾ വീടിന്റെ വലിപ്പത്തിലും സ്ക്വയർ ഫീറ്റിന്റെ വലിപ്പത്തിലും അതൊന്നല്ല. ഉമ്മറത്തൊന്ന് പോയിരുന്നാൽ സമാധാനം കിട്ടുന്ന, അടുക്കളയിൽ നിന്നും അയൽപ്പക്കത്തു നിന്നും മനസ്സമാധാനം കിട്ടുന്ന വീടൊരാളുണ്ടോ എങ്കിൽ അവൻ അംഗീകാരം കിട്ടേണ്ടവൻ തന്നെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വബകാ അലാ ഖതീഅതിഹി, സ്വന്തം തെറ്റിനെ കുറിച്ച് ഓർത്ത് കരയാൻ പറ്റും. കരയാറുണ്ടോ നമ്മളങ്ങനെ? പറ്റിപ്പോയല്ലോ റബ്ബേ, ചെയ്തു പോയല്ലോ റബ്ബേ, കണ്ടുപോയല്ലോ റബ്ബേ, കേട്ടുപോയല്ലോ റബ്ബേ, എന്റെ വീഴ്ചകൾ, എന്റെ പോരായ്മകൾ, എന്റെ കുറവുകൾ ഞാൻ മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. ഒരു ദുർബല നിമിഷത്തിൽ പറ്റിപ്പോയ തെറ്റ് പുറത്തുകൊണ്ട് റബ്ബേ, അങ്ങനെ സ്വന്തം തെറ്റുകളെ കുറിച്ച് ഓർത്ത് കരയാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തൂബാ ലിമൻ ബകാ അലാ ഖതീഅതിഹി, അവനും മംഗളാശംസകൾ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ അംഗീകാരം കിട്ടേണ്ടുന്ന ചില വ്യക്തിത്വങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിപ്പിച്ചത്. നമ്മൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കുക. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين وبعد. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കാൻ പരിശ്രമിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. തൗബ എന്ന മംഗള ആശംസകൾക്ക് അർഹരായ മറ്റൊരു വിഭാഗത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലിമൻ വജദ ഫീ സ്വഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കതീറ. നാളെ നമുക്കൊക്കെയും പരലോകത്തിൽ നിൽക്കുമ്പോൾ ഇഖ്റാഉ കിതാബക, നീ വായിച്ചു നോക്കൂ നിന്റെ ഗ്രന്ഥം എന്ന് പറഞ്ഞ് എനിക്ക് നിങ്ങൾക്കൊക്കെ ഒരു ഏട് കിട്ടാനുണ്ട്. ആ ഏട് കിട്ടുമ്പോൾ ലിമൻ വജദ ഫീ കിതാബിഹി ഇസ്തിഗ്ഫാറൻ കതീറ, ആ കിതാബിലുള്ളത് മുഴുവനും ഇസ്തിഗ്ഫാറുകളായിരിക്കും. എന്ന് പറഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, റബ്ബി ഗ്ഫിർലി, അല്ലാഹുമ്മ ഗ്ഫിർലി. ദിനവും ചൊല്ലേണ്ടുന്ന അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി ദിവസം 100 പ്രാവശ്യം ചൊല്ലണം. രാവിലെയും വൈകുന്നേരം ചൊല്ലേണ്ടുന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ, പാപമോചന പ്രാർത്ഥനകളുടെ നേതാവ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സയ്യിദുൽ ഇസ്തിഗ്ഫാർ രാവിലെ ഒരാൾ യഖീനോട് കൂടി ചൊല്ലി അർത്ഥവും ആശയവും അറിഞ്ഞ് ചൊല്ലി വൈകുന്നേരമാകുമ്പോഴേക്കും മരിച്ചാൽ സ്വർഗത്തിലാണവൻ. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വൈകുന്നേരം ഒരാൾ അർത്ഥവും യഖീനോട് കൂടി ചൊല്ലി ആശയം അറിഞ്ഞ് പടച്ചവനോട് ഏറ്റുപറഞ്ഞ് ചൊല്ലി സയ്യിദുൽ ഇസ്തിഗ്ഫാർ നേരം പുലരുമ്പോഴേക്കും മരിച്ചുപോയെങ്കിൽ സ്വർഗത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ അൻത റബ്ബി لا إله إلا أنت خلقتني عن عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അല്ലാഹുവേ, നീയാണ് എന്റെ റബ്ബ്, നീ അല്ലാതെ യാതൊരു ആരാധ്യനുമില്ല റബ്ബേ. നീയാണ് എന്നെ പടച്ചത്, ഞാൻ നിന്റെ അടിമയാണ്, നിന്നോടുള്ള കരാറിലും വാഗ്ദത്തിലുമാണ് ഞാൻ. അത് കഴിവിന്റെ പരമാവധി പാലിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പക്ഷെ മനുഷ്യനാണല്ലോ വീഴ്ച വരും.
എന്റെ തെറ്റുകൾ ഞാൻ നിന്നോട് സമ്മതിക്കാണ് പടച്ചോനെ, നീയല്ലാതെ മറ്റാരുണ്ട് എന്റെ തെറ്റുകൾ പുറത്തു തരാൻ, അതുകൊണ്ട് മാപ്പാക്കണം റബ്ബേ. സഹോദരന്മാരെ, ഇത് നിരന്തരമായി ചൊല്ലുന്നയാളുകൾ അവന്റെ ഏടുകൾ മുഴുവനും നാളെ കയ്യിൽ കിട്ടുന്ന കിതാബിൽ ഇസ്തിഗ്ഫാറൻ കസീറ, റബ്ബിനോടുള്ള പാപമോചന പ്രാർത്ഥനയാണ് എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയാണ് തൂബ, അവന്റെ മംഗളാശംസകൾ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. 12ാമത്തെ വിഭാഗത്തെ കുറിച്ച് കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. മറ്റുള്ളവരുടെ ന്യൂനതകളും കുറവുകളും നോക്കാതെ, അതിനെപ്പറ്റി ചിന്തിക്കാതെ പറയാതെ, സ്വന്തം ന്യൂനതകളെ കുറിച്ച് ഓർത്ത് അത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നവരെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തൂബ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒരു വിരൽ അവരുടെ നേരെ നീട്ടുമ്പോ ബാക്കി 4 വിരലുകളും സ്വന്തത്തിന് നേരെയാ ചൂണ്ടുന്നത്. സാധാരണ പറയാറുള്ള ഒരു പ്രയോഗമാണ്, അത് വാസ്തവമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തൂബ ലിമൻ ശഗലഹു അൻ ഉയൂബിൻ നാസ്. തൂബ, മംഗളാശംസകൾ, ആശീർവാദമാർക്കും ലിമൻ ശഗലഹു ഐബുഹു അൻ ഉയൂബിൻ നാസ്, ജനങ്ങളുടെ കുറ്റവും കുറവും ഒന്നും നോക്കാതെ അവനവന്റെ കുറ്റവും കുറവും നോക്കുന്നവർക്ക് മംഗളാശംസകൾ. അതൊരു പ്രത്യേക അനുമോദനം കിട്ടേണ്ടത് തന്നെയാണ്. സമൂഹത്തിൽ അങ്ങനെയാണ് പല ആളുകളും. മറ്റുള്ളവർ ആ അടുക്കളയിൽ ആ റൂമിലെന്താ, ചിലപ്പോൾ ഫ്ലിപ്കാർട്ടിന്റെ ആമസോണിന്റെ വല്ല ഡെലിവറി ബോയ് വന്നതായി, എന്താ പോകാൻ അവിടെ തന്നെ കറയുന്നത്, ഇങ്ങനെ പറഞ്ഞ് കുടുംബത്തെ കൊളവാക്കുന്ന, കുടുംബ ബന്ധത്തെ തകർക്കുന്ന ആളുകൾ അവനവന്റെ അടുക്കളയിലും അവനവന്റെ ബെഡ്റൂമിലും മുതല കാര്യം പരിഗണിക്കൂല, അത് ശ്രദ്ധിക്കൂല. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുന്ന പ്രവൃത്തി, ഒരു പ്രവണത, അതിൽ നിന്നൊക്കെ മാറി സ്വന്തം ന്യൂനതകൾ നോക്കി ഞാൻ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് അതിൽ ആത്മവിശ്വാസം കൊള്ളാനല്ല, അതിനെ നികത്തി അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അവർക്കാണ് തൂബ, മംഗളാശംസകൾ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എങ്കിൽ സഹോദരങ്ങളെ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വാസമുണ്ട് നമുക്ക് എങ്കിൽ അല്ലാഹുവിന്റെയും റസൂലിന്റെയും അനുമോദനങ്ങളും ആശീർവാദങ്ങളും ലഭിക്കാനാണ് നമ്മൾ പണിയെടുക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. ലോകത്ത് ഒരാളും നമുക്ക് നല്ല സർട്ടിഫിക്കറ്റ് തന്നില്ല എങ്കിലും, ഒരാളും നമ്മെ അംഗീകരിച്ചിട്ടില്ല എങ്കിലും അനിവാര്യമായും നമുക്ക് ലഭിക്കേണ്ടത് അള്ളാഹുവിന്റെ അംഗീകാരമായിരിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആശംസ അർപ്പിച്ച മംഗളമോദ്യ വിഭാഗത്തിൽ പെടാനായിരിക്കണം. അള്ളാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, നമ്മുടെ പള്ളിയുടെ തൊട്ട അയൽവാസിയായ താരിഫിക്കാന്റെയും അബ്ദുൽ ഗഫൂർ ഖാന്റെയും ഒക്കെ ഉമ്മയായ ഫാത്തുമ്മ എന്ന ഹജ്ജുമ്മ നമ്മോട് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അള്ളാഹുവേ, അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണം റബ്ബേ, അവരുടെ ഖബറിനെ നീ പ്രകാശപൂരിതമാക്കി കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവേ, നിന്റെ മഹബത്തും മർഹമത്തും കൊണ്ട് നീ അവരെ അനുഗ്രഹിക്കണം റഹ്മാനെ. സ്വർഗത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടിയാണ് റഹ്മാനെ. അള്ളാഹുവേ, അതുപോലെ പാണ്ടിക്കാട് ഖാദർ സലാഹിയുടെ ജ്യേഷ്ഠന്റെ 14 വയസ്സുള്ള മകൻ അഷ്മിൽ എന്ന 9ാം ക്ലാസ്സുകാരൻ ശക്തമായ പനിയുടെ ഭാഗമായി മസ്തിഷ്ക ജ്വരം ബാധിച്ച് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലെ വെന്റിലേറ്ററിലാണ്. നൽകാനുള്ള എല്ലാ വൈദ്യസഹായങ്ങളും നൽകി എന്നാണ് ഡോക്ടർമാര് പറഞ്ഞത്. അല്ലാഹുവേ, ആ കുട്ടിയുടെ രോഗം അതെത്ര കടുത്തതാണെങ്കിലും പരിപൂർണമായും നീ ശിഫ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും നൽകണം റഹ്മാനെ. രോഗങ്ങൾ കൊണ്ട് വേദന അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന, പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങൾക്കിടയിലുണ്ട്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ. അല്ലാഹുവേ, ശിഫ നൽകേണ്ടവൻ നീയാണ്. ഏത് ആശുപത്രി കൈയൊഴിച്ചാലും പടച്ചവനെ പരിപൂർണമായ ശിഫയും ആജിറത്തും ബറക്കത്തുള്ള ആയുസ്സും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. സാമ്പത്തികമായ കടബാധ്യതകൾ കൊണ്ട് ഞെരുക്കം അനുഭവിക്കുന്നവർ ഞങ്ങൾക്കിടയിൽ. അല്ലാഹുവേ, ഞങ്ങളുടെ മഈശത്തിന്റെ മാർഗത്തിൽ നീ വിശാലമാക്കി തരണം റഹ്മാനെ. എല്ലാവിധ ഹറാമുകളിൽ നിന്നും മാറി നിന്റെ ഹലാല് കൊണ്ട് മാത്രം തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള സന്മനസ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, വിദേശത്തും നാട്ടിലുമൊക്കെ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ, അല്ലാഹുവേ, അവരുടെ ജോലിയിൽ എല്ലാവിധ ഖൈറും ബറക്കത്തും നീ പ്രദാനം ചെയ്യണം റഹ്മാൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات وقاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم اشف مرضانا ومرضى المسلمين وارحم موتانا وموتى المسلمين. اللهم أعز الإسلام والمسلمين
وأذل الشرك والمشركين اللهم انصر إخواننا المستضعفين المسلمين في غزة اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.